തിരുവണ്ണാമലയിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള വിവരത്തിലേക്ക് പോവുകയാണ്. ഉരുൾപൊട്ടൽ അപകടത്തിൽപ്പെട്ട 4 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. 7 പേരാണ് മണ്ണിനടിയിൽപ്പെട്ടത്. 3 പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വീടിനുള്ളിൽ നിന്നാണ് 4 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീധരൻ, ഇനിയും ആൾക്കാരെ കണ്ടെത്താനുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. കാലാവസ്ഥയൊക്കെ അനുകൂലമായി നിൽക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് അവസ്ഥ? പൂജ, ഇപ്പോൾ ഏതാണ്ട് ഈ സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നിടുകയാണ്. ഈ സമയത്താണ് ഇപ്പോൾ 4 മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായത്. അതായത് ആ വീടിൻ്റെ ഗൃഹനാഥനായിട്ടുള്ള രാജ്കുമാർ, ഭാര്യ മീന, മകൻ ഗൗതം, മകൾ ഇനിയ, ഇങ്ങനെ 4 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇനി 3 പേർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർ അയൽപക്കത്തെ വീട്ടിലെ കുട്ടികളായിരുന്നു. അവരെ കൂടി അയൽപക്കത്തെ വീട്ടിലെ 2 കുട്ടികളും ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയും, ഇങ്ങനെ 3 പേരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഏതായാലും ഈ രാത്രിയിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ പൂർണ്ണതോതിൽ തന്നെ തുടരുമെന്ന് മന്ത്രിയും ജില്ലാ കളക്ടറുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തീർത്തും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഒരു കുടുംബം ഒന്നാകെ ഇല്ലാതായ ഒരവസ്ഥ എന്നുള്ളത് തീർത്തും സങ്കടകരമാണ്. അവരുടെ ഉറ്റവരൊക്കെ അടുത്ത് തന്നെ താമസിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നേരത്തെയൊക്കെ വന്നിരുന്നു. ഇനി ഏതായാലും കണ്ടെത്താനുള്ള 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴും ഇടവിട്ട് മഴ പെയ്യുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന്, ദൗത്യത്തിന് ചെറിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ, അതായത് യന്ത്ര ഭാഗങ്ങൾ, അതായത് JCB ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മണ്ണുമാന്തി യന്ത്രങ്ങളൊന്നും അവിടേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഉരുൾപൊട്ടി റോഡില്ലാതായി, അതുപോലെ തന്നെ റോഡിന് വേണ്ട വീതിയില്ല. അങ്ങനെ പ്രത്യേകം പാതയൊക്കെ ഒരുക്കിയാണ് ഇന്ന് വൈകിട്ടോടുകൂടി JCB അവിടേക്ക് എത്തിക്കാനായത്. ഇതിനുശേഷമാണ് മണ്ണ് മാറ്റുന്ന ജോലികൾ വളരെ വേഗത്തിൽ